ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും PSC ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഇനി വരുന്ന 10th ലെവൽ പ്രിലിമിനറി പരീക്ഷ എഴുതാൻ പോകുന്നവർ തീർച്ചയായിട്ടും പഠിച്ചിരിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു മുൻവർഷ ചോദ്യപേപ്പറാണ്. അപ്പോൾ എന്തായാലും നമുക്ക് വൈകാതെ തന്നെ വീഡിയോയിലോട്ട് കടക്കാം. അതിനു മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ എന്ത് അഭിപ്രായം ഉണ്ടെങ്കിലും അത് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. കൂടുതൽ പേരിലോട്ട് ഈ വീഡിയോ എത്തിക്കാനായിട്ട് ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം. ആദ്യത്തെ ചോദ്യം, കേരളത്തിലെ ഇപ്പോഴത്തെ ഫിഷറീസ് വകുപ്പ് മന്ത്രി ആരാണ്? കേരളത്തിലെ ഇപ്പോഴത്തെ ഫിഷറീസ് വകുപ്പ് മന്ത്രി ആരാണ്? സജി ചെറിയാനാണ്. സജി ചെറിയാൻ. ഓക്കെ, സജി ചെറിയാനാണ് ഇപ്പോഴത്തെ ഫിഷറീസ് വകുപ്പ് മന്ത്രി. താഴെ പറയുന്ന സംഘ സാഹിത്യ കൃതികളിൽ വ്യാകരണ ഗ്രന്ഥമായി പരിഗണിക്കുന്നത് ഏതാണ്? സംഘസാഹിത്യ കൃതികളിൽ വ്യാകരണ ഗ്രന്ഥമായി പരിഗണിക്കുന്നത് തൊൽക്കാപ്പിയമാണ്. തൊൽക്കാപ്പിയം. പ്രശസ്തമായ സൂചിപ്പാറ വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? സൂചിപ്പാറ വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? വയനാട് ജില്ലയിലാണ്. വയനാട് ജില്ലയിൽ. അടുത്ത ചോദ്യം, ആറ്റിങ്ങൽ കലാപം നടന്ന വർഷം. ആറ്റിങ്ങൽ കലാപം നടന്നത് ഓപ്ഷൻ എ 1721 1721. 1916 പാലക്കാട് വെച്ച് നടന്ന മലബാർ ജില്ലാ കോൺഗ്രസിന്റെ പ്രഥമ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത് ആരാണ്? 1916 പാലക്കാട് വെച്ച് നടന്ന മലബാർ ജില്ലാ കോൺഗ്രസിന്റെ പ്രഥമ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത് ആരാണ്? ആനി ബസന്റ് ആണ്. ആനി ബസന്റ്. കേരളത്തിലെ സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനമായ അരയ സമാജത്തിന്റെ സ്ഥാപകൻ. അരയ സമാജത്തിന്റെ സ്ഥാപകൻ ആരാണ്? പണ്ഡിറ്റ് KP കറുപ്പൻ. പണ്ഡിറ്റ് KP കറുപ്പൻ. തിരുവിതാംകൂറും കൊച്ചിയും കൂടി ചേർന്ന് തിരുകൊച്ചി സംസ്ഥാനം രൂപം കൊണ്ടത് എന്നാണ്? തിരുകൊച്ചി സംസ്ഥാനം രൂപം കൊണ്ടത് എന്നാണ്? 1949 ജൂലൈ 1 1949 ജൂലൈ 1 തിരുകൊച്ചി സംസ്ഥാനം രൂപം കൊണ്ടത്. താഴെ പറയുന്നവരിൽ കീഴരിയൂർ ബോംബ് കേസിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട സ്വാതന്ത്ര്യ സമര സേനാനി. കീഴരിയൂർ ബോംബ് കേസിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടത് ആരാണ്? KB മേനോൻ ആണ്. KB മേനോൻ. താഴെ പറയുന്നവയിൽ ഹരിതഗൃഹവാതകം അല്ലാത്തത് ഏത്? ഹരിതഗൃഹവാതകം അല്ലാത്തതാണ് ചോദിച്ചിരിക്കുന്നത്. ഹീലിയമാണ് ഹരിതഗൃഹവാതകം അല്ലാത്തത്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ദേശീയ ഉദ്യാനങ്ങളുള്ള ജില്ല. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ദേശീയ ഉദ്യാനങ്ങളുള്ള ജില്ല ഇടുക്കി ജില്ലയാണ്. ഉപദ്വീപീയ നദികളിൽ ഏറ്റവും നീളം കൂടിയ നദി ഏതാണ്? ഉപദ്വീപീയ നദികളിൽ ഏറ്റവും നീളം കൂടിയ നദി ഏതാണ്? ഓപ്ഷൻ സി ഗോദാവരിയാണ്. ഗോദാവരി. ബൊക്കാറോ സ്റ്റീൽ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ സംസ്ഥാനം. ബൊക്കാറോ സ്റ്റീൽ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്നത് ജാർഖണ്ഡിലാണ്. ജാർഖണ്ഡ്. ഇന്ത്യയുടെ ധാന്യപ്പുര എന്നറിയപ്പെടുന്ന ഭൂപ്രകൃതി വിഭാഗം ഏതാണ്? ഇന്ത്യയുടെ ധാന്യപ്പുര എന്നറിയപ്പെടുന്നത് ഉത്തര മഹാസമതലമാണ്. ഉത്തര മഹാസമതലം. ഭൂമിയുടെ ഏറ്റവും പുറത്തുള്ള ഭാഗം. ഭൂമിയുടെ ഏറ്റവും പുറത്തുള്ള ഭാഗമാണ് ഭൂവൽക്കം. ഭൂവൽക്കം. ലോക കേരള സഭയുടെ ആദ്യ സമ്മേളനം നടന്ന നഗരം. ലോക കേരള സഭയുടെ ആദ്യ സമ്മേളനം നടന്നത് തിരുവനന്തപുരത്താണ്. തിരുവനന്തപുരം. കേരളത്തിലെ മനുഷ്യനിർമ്മിത ദ്വീപ് ഏതാണ്? കേരളത്തിലെ മനുഷ്യനിർമ്മിത ദ്വീപ് വെല്ലിംഗ്ടൺ ഐലൻഡ് ആണ്. വെല്ലിംഗ്ടൺ ഐലൻഡ്. മുൻ രാഷ്ട്രപതി APJ അബ്ദുൽ കലാമിന്റെ ജന്മസ്ഥലം എവിടെയാണ്? APJ അബ്ദുൽ കലാമിന്റെ ജന്മസ്ഥലം എവിടെയാണ്? രാമേശ്വരമാണ്. രാമേശ്വരം. മാരക വൈറസ് രോഗമായ നിപ്പ ആദ്യമായി റിപ്പോർട്ട് ചെയ്യപ്പെട്ട രാജ്യം ഏതാണ്? നിപ്പ ആദ്യമായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് ഓപ്ഷൻ ബി മലേഷ്യയിലാണ്. മലേഷ്യ. ബാലഗംഗാധരനെ കുറിച്ച് ഇന്ത്യൻ അസ്വസ്ഥതയുടെ പിതാവ് എന്ന ഗ്രന്ഥം എഴുതിയ ചരിത്രകാരൻ ആരാണ്? ബാലഗംഗാധരനെ കുറിച്ച് ഇന്ത്യൻ അസ്വസ്ഥതയുടെ പിതാവ് എന്നെഴുതിയ ചരിത്രകാരൻ ആരാണ്? വാലന്റൈൻ ഷിറോൾ ആണ്. വാലന്റൈൻ ഷിറോൾ.
12ാം പഞ്ചവത്സര പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം 12ാം പഞ്ചവത്സര പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം സുസ്ഥിര വികസനം. സുസ്ഥിര വികസനം. ലോക തണ്ണീർത്തട ദിനം എന്നാണ് ഫെബ്രുവരി 2 ലോക തണ്ണീർത്തട ദിനം. കാർഷിക വികസനത്തിനും ഗ്രാമീണ വികസനത്തിനുമായി പ്രവർത്തിക്കുന്ന ഇന്ത്യയിലെ പരമോന്നത ബാങ്ക് ഏതാണ്? നബാർഡ്. നബാർഡാണ് കാർഷിക വികസനത്തിനും ഗ്രാമീണ വികസനത്തിനുമായി പ്രവർത്തിക്കുന്ന ഇന്ത്യയിലെ പരമോന്നത ബാങ്ക്. കാറ്റിന്റെ വേഗത അളക്കുന്ന ഉപകരണം. കാറ്റിന്റെ വേഗത അളക്കുന്ന ഉപകരണമാണ് അനിമോമീറ്റർ. അനിമോമീറ്റർ. ISROയുടെ 100ാമത്തെ ഉപഗ്രഹം ഏതാണ്? ISROയുടെ 100ാമത്തെ ഉപഗ്രഹമാണ് കാർട്ടോസാറ്റ് 2. കാർട്ടോസാറ്റ് 2. ലക്ഷദ്വീപിന്റെ നീതിന്യായ അധികാരം ഏത് ഹൈക്കോടതിയുടെ കീഴിലാണ്? ലക്ഷദ്വീപിന്റെ നീതിന്യായ അധികാരം ഏത് ഹൈക്കോടതിയുടെ കീഴിലാണ്? കേരള ഹൈക്കോടതിയുടെ കീഴിലാണ്. കേരളത്തിൻ്റെതാണ്. ഇന്ത്യൻ പാർലമെന്റിന്റെ ഉപരിസഭ അറിയപ്പെടുന്നത്. ഇന്ത്യൻ പാർലമെന്റിന്റെ ഉപരിസഭ അറിയപ്പെടുന്നത് രാജ്യസഭ എന്നാണ്. രാജ്യസഭ. ഒരു സംസ്ഥാനത്തിന്റെ കാര്യനിർവഹണ വിഭാഗത്തിന്റെ തലവൻ. ഒരു സംസ്ഥാനത്തിന്റെ കാര്യനിർവഹണ വിഭാഗത്തിന്റെ തലവൻ ഗവർണറാണ്. ഗവർണർ. ലോക്സഭയുടെ മൺസൂൺ സമ്മേളനം ആരംഭിക്കുന്ന മാസം ഏതാണ്? ലോക്സഭയുടെ മൺസൂൺ സമ്മേളനം ആരംഭിക്കുന്ന മാസം ജൂലൈ ആണ്. ജൂലൈ. പന്മന ആശ്രമം താഴെ പറയുന്ന ആരുമായി ബന്ധപ്പെട്ടതാണ്? ആരുടെയാണ് പന്മന ആശ്രമം? ചട്ടമ്പി സ്വാമികളുമായി ബന്ധപ്പെട്ടതാണ്. ചട്ടമ്പി സ്വാമികൾ. പന്മന ആശ്രമം. കേരള ഗാന്ധി എന്നറിയപ്പെടുന്നത് ആരാണ്? കേരള ഗാന്ധി എന്നറിയപ്പെടുന്നത് കെ കേളപ്പനാണ്. കെ കേളപ്പൻ. ഇന്ത്യയിലെ എത്ര സംസ്ഥാനങ്ങളിലൂടെയാണ് ഉത്തരായന രേഖ കടന്നു പോകുന്നത്? ഇന്ത്യയിലെ എത്ര സംസ്ഥാനങ്ങളിലൂടെയാണ് ഉത്തരായന രേഖ കടന്നു പോകുന്നത്? ഓപ്ഷൻ സി 8. 8 സംസ്ഥാനങ്ങളിലൂടെയാണ്. ദേശീയ കായിക ദിനം. ദേശീയ കായിക ദിനം എന്നാണ് ഓഗസ്റ്റ് 29. ഓഗസ്റ്റ് 29. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് എന്നാണ്? ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് 1993 ഒക്ടോബർ 12. 1993 ഒക്ടോബർ 12. സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ അംഗങ്ങളെ നിയമിക്കുന്നത് ആരാണ്? സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ അംഗങ്ങളെ നിയമിക്കുന്നത് ആരാണ്? സംസ്ഥാന ഗവർണറാണ്. സംസ്ഥാന ഗവർണർ. ദേശീയ പട്ടികവർഗ കമ്മീഷന്റെ ആദ്യ ചെയർമാൻ ആരാണ്? ദേശീയ പട്ടികവർഗ കമ്മീഷന്റെ ആദ്യ ചെയർമാൻ കുൻവർ സിംഗ് ആണ്. ഓപ്ഷൻ സി. ജനങ്ങളുടെ അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് തടസ്സമാകും എന്ന കാരണത്താൽ സുപ്രീം കോടതി അടുത്തിടെ നീക്കം ചെയ്ത വിവര സാങ്കേതിക വിദ്യാ നിയമത്തിലെ വകുപ്പ് ഏതാണ്? ഏതാണ്? ഓപ്ഷൻ എ 66A ആണ്. 66A. പാലസ്തീൻ സന്ദർശിച്ച ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രി. പാലസ്തീൻ സന്ദർശിച്ച ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ്. നരേന്ദ്രമോദി. കേരള മീഡിയ അക്കാദമിയുടെ പ്രഥമ ലോക പ്രസ് ഫോട്ടോഗ്രാഫർ പ്രൈസ് സ്വീകരിക്കാനായി ഈയിടെ കേരളത്തിലെത്തിയ ലോക പ്രശസ്ത ഫോട്ടോഗ്രാഫർ ആരാണ്? സമയത്തുള്ള കറണ്ട് അഫെയർ ആണ്. നിക്ക് ഉട്ട് ആണ് കേട്ടോ. നിക്ക് ഉട്ട്. ISROയുടെ നിലവിലെ ചെയർമാൻ ആരാണ്? ISROയുടെ നിലവിലെ ചെയർമാൻ ആരാണ്? S. സോമനാഥ് ആണ്. S. സോമനാഥ്. S. സോമനാഥ് ആണ് നിലവിലെ ചെയർമാൻ എന്ന് പറയുന്നത്. 2017 എഴുത്തച്ഛൻ പുരസ്കാരം നേടിയത് ആരാണ്? ആ സമയത്തുള്ള കറണ്ട് അഫെയർ ആണ്. K. സച്ചിദാനന്ദനായിരുന്നു. 2017 G20 ഉച്ചകോടിക്ക് വേദിയായ രാജ്യം, അതും ആ സമയത്തുള്ള കറണ്ട് അഫെയർ ആയിരുന്നു, ജർമ്മനിയാണ് ആൻസർ. ശരീരത്തിലെ അരിപ്പ എന്നറിയപ്പെടുന്ന അവയവം. ശരീരത്തിലെ അരിപ്പ എന്നറിയപ്പെടുന്നത് വൃക്കയാണ്. വൃക്ക. താഴെ പറയുന്നവയിൽ വൈറസ് രോഗമല്ലാത്തത് ഏത്? താഴെ പറയുന്നവയിൽ വൈറസ് രോഗം അല്ലാത്തത് ഏതാണ്? ഡിഫ്തീരിയ ആണ്. ഡിഫ്തീരിയ. നെല്ലിന്റെ ശാസ്ത്രീയ നാമം. നെല്ലിന്റെ ശാസ്ത്രീയ നാമം ഒറൈസ സറ്റൈവ. ഒറൈസ സറ്റൈവ. ചലന നിയമങ്ങൾ ആവിഷ്കരിച്ചത് ആരാണ്? ചലന നിയമങ്ങൾ ആവിഷ്കരിച്ചത് ഐസക് ന്യൂട്ടൺ. ഐസക് ന്യൂട്ടൺ. ലോകകപ്പ് ഫുട്ബോൾ ഫൈനൽ റൗണ്ടിൽ കളിക്കുന്ന ടീമുകളുടെ എണ്ണം. ഫൈനൽ റൗണ്ടിൽ കളിക്കുന്ന ടീമുകളുടെ എണ്ണം എത്രയാണ്? ഓപ്ഷൻ ബി 32. 32.
രണ്ട് സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ഏക ജില്ല ഏതാണ്? രണ്ട് സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ഏക ജില്ല വയനാട് ജില്ലയാണ്. വയനാട്. പാരദ്വീപ് തുറമുഖം ഏത് സംസ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്നു? പാരദ്വീപ് തുറമുഖം ഏത് സംസ്ഥാനത്താണ്? ഒഡീഷയിലാണ്. പാരദ്വീപ് തുറമുഖം ഒഡീഷ. കേരളത്തിലെ ഏക ഡ്രൈവിൻ ബീച്ച് ഏതാണ്? കേരളത്തിലെ ഏക ഡ്രൈവിൻ ബീച്ചാണ് മുഴുപ്പിലങ്ങാട്. മുഴുപ്പിലങ്ങാട്. കിതാബുൽ റഹ്ല ആരുടെ പ്രശസ്തമായ യാത്രാവിവരണമാണ്? കിതാബുൽ റഹ്ല ആരുടെ പ്രശസ്തമായിട്ടുള്ള യാത്രാവിവരണമാണ്? ഇബൻ ബത്തൂത്ത. ഇബൻ ബത്തൂത്തയുടെ പ്രശസ്തമായ യാത്രാവിവരണമാണ് കിതാബുൽ റഹ്ല. കഴിഞ്ഞ വർഷം ഹിതപരിശോധന നടന്ന കാറ്റലോണിയ ഏത് രാജ്യത്തിന്റെ ഭാഗമായ പ്രദേശമാണ്? കാറ്റലോണിയ. ആ സമയത്തുള്ള കറണ്ട് അഫെയർ ആയിരുന്നു. കാറ്റലോണിയ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി സ്പെയിനിന്റെ ഭാഗമായിട്ടുള്ള പ്രദേശമാണ്. ഇന്ത്യയുടെ ഇപ്പോഴത്തെ ഉപരാഷ്ട്രപതി ആരാണ്? ഇന്ത്യയുടെ ഇപ്പോഴത്തെ ഉപരാഷ്ട്രപതി ആരാണ്? വെങ്കയ്യ നായിഡു ആണ്. വെങ്കയ്യ നായിഡു. കേരളത്തിലെ ലോക്സഭാ മണ്ഡലങ്ങളുടെ എണ്ണം. കേരളത്തിലെ ലോക്സഭാ മണ്ഡലങ്ങളുടെ എണ്ണം എത്രയാണ്? 20 ആണ്. 20 ലോക്സഭാ മണ്ഡലങ്ങളാണ്. ഏത് സിനിമയിലെ ഗാനം ആലപിച്ചതിനാണ് 65ാമത് ദേശീയ പുരസ്കാരത്തിൽ മികച്ച ഗായകനുള്ള അവാർഡ് യേശുദാസിന് ലഭിച്ചത്? 65ാമത് ദേശീയ പുരസ്കാരത്തിലാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ്? വിശ്വാസപൂർവം മൻസൂർ. വിശ്വാസപൂർവം മൻസൂർ. അതൊരു കറണ്ട് അഫെയർ ചോദ്യമായിരുന്നു. കേന്ദ്ര സർക്കാർ രൂപം നൽകിയ 15ാം ധനകാര്യ കമ്മീഷൻ തലവൻ ആര്? 15ാം ധനകാര്യ കമ്മീഷൻ തലവൻ ആരാണ് എന്ന് ചോദിച്ചാൽ NK സിംഗ് ആയിരുന്നു. ഓക്കെ, NK സിംഗ്. താഴെ പറയുന്നവയിൽ കേരളത്തിലെ നെല്ല് ഗവേഷണ കേന്ദ്രങ്ങളിൽ പെടാത്തത് ഏത്? പെടാത്തതാണ് ചോദിച്ചിരിക്കുന്നത്. നെല്ല് ഗവേഷണ കേന്ദ്രങ്ങളിൽ പെടാത്തത് പന്നിയൂരാണ്. പന്നിയൂർ. ഗ്രാമീണ ശുദ്ധജല ലഭ്യത ലക്ഷ്യമിട്ടുകൊണ്ടുള്ള പദ്ധതി ഏതാണ്? ഗ്രാമീണ ശുദ്ധജല ലഭ്യത ലക്ഷ്യമിട്ടുകൊണ്ടുള്ള പദ്ധതി ഏതാണ്? സ്വജൽധാര പദ്ധതിയാണ്. സ്വജൽധാര പദ്ധതി. ആറ്റത്തിൽ ചാർജ് ഇല്ലാത്ത കണം ഏതാണ്? ചാർജ് ഇല്ലാത്ത കണം ന്യൂട്രോൺ ആണ്. നീതി ആയോഗിന്റെ ആദ്യ ചെയർമാൻ. നീതി ആയോഗിന്റെ ആദ്യ ചെയർമാൻ നരേന്ദ്രമോദിയാണ്. നരേന്ദ്രമോദി. ഓക്കെ, അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് നമ്മുടെ ഈ ഒരു ചോദ്യപേപ്പറിലുള്ളത്. അപ്പോൾ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക്